കുറച്ച് ചിരട്ടയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഈസി ട്രിക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ചിരട്ട ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചുരണ്ടി കൊടുക്കുക. അപ്പോൾ ഇളം ചൂടോടെ തന്നെ ചുരണ്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്, വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ചായിരിക്കുമല്ലോ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യാറുള്ളത്. അതപ്പോൾ കുറേ സമയം എടുക്കും, കൈയൊക്കെ നോവും. അപ്പോൾ ഇതാവുമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് തങ്കൂസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള തങ്കൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് മേടിച്ചതൊന്നുമല്ല, ഇത് നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ 4 വശത്തേക്കായിട്ട് ഈ ഒരു തങ്കൂസ് നമുക്ക് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മളിതാ ചിരട്ട കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പെയിൻ്റാണ് എടുത്തേക്കുന്നത്. യെല്ലോ കളർ പെയിൻ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ ഒരു 60 രൂപ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിരട്ടയിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഞാനൊരു ഈർക്കിലി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഉപയോഗിച്ചത്. ഇനി ഇതുപോലെ ഒരു ചിരട്ടയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിക്കാൻ വേണ്ടി ഇതുപോലൊരു സ്പോഞ്ചാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. അപ്പോൾ നമുക്കിത് തുടയ്ക്കാനുള്ള ഒരു മണ്ണെണ്ണ ഇല്ലാത്തത് മൂലമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി, കാരണം കയ്യിലെല്ലാം ആയിപ്പോയായിരുന്നു. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ കോട്ട് അടിച്ച് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത് കേട്ടോ. കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈർക്കിലി ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ആവാതെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ വീണ്ടും ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തു. നമ്മുടെ ചിരട്ട അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഹോളുള്ള ചിരട്ടയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചകിരി അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് നിറയ്ക്കണം. വെള്ളം മാറുന്ന പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് മണ്ണ് ചരലൊക്കെ മാറ്റിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു ചിരട്ടയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ചെടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി പേരെനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചെടിയാണ് ഇങ്ങനെ വെക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു ചെടി ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. നല്ല അടുക്കിന് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ മാത്രമാണ് ഇത് കിളിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള ചിരട്ടകളിലൂടെ ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു തടിക്കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കയറും ഇതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഈ ഒരു കയറ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ കെട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ചെടിയും ഇതിലേക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ലെയറായിട്ടാണ് ഈ ഒരു ചെടി ഹാങ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതുപോലൊരു ബോട്ടിലിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലിതുപോലെ ഹോൾട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ചെടിയൊക്കെ ഒന്ന് വാടിയാണ് നിൽക്കുന്നത്. ഇനി അതൊന്ന് ഉഷാറായിട്ട് നമുക്ക് കാണാവേ. അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് വീണ്ടും ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ കുറേ ദിവസം കൊണ്ട് ഈ വീഡിയോയുടെ പുറകിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിന് കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെടിയെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോഴാണ് അറിഞ്ഞത് ആ ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെന്ന്. പിന്നെ ഞാനത് മറ്റൊരിടത്തു നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ കുറേ നാൾ മുമ്പേ നമുക്ക് ചാനലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചെടിയൊക്കെ ചെയ്ത് വീട്ടിൽ വെക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ, ആ ഒരു ചെടി ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്ത് നല്ല രീതിയിൽ കാണിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല നമുക്കുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.